ഫ്രണ്ടിൽ പോകുന്ന ഏത് വണ്ടിയാണ് കണ്ടോടാ? പുള്ളേഷ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് താഴെ ചെന്നിട്ട് ഒന്നുകൂടെ നിർത്തി. നിനക്ക് ഒത്തിരിയാണ് നിന്നെ ഇറക്കി ഞാൻ വെള്ളത്തിൽ മുക്കൂടായിരുന്നു. ആണ് നമ്മുടെ സ്വന്തം ഇടുക്കി ഡാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാടായിട്ട് തുടങ്ങി. അതായത് പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ഥലങ്ങളിൽ ഫുള്ള് ആനയുള്ളൊരു ഏരിയ ആണ്. കാടിൻ്റെ ആ ഒരു ഫീലേ മാറി തുടങ്ങിയില്ലേ? എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മളിതേ ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലേക്ക് പോകുവാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പന കേട്ടോ. ഇത് കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ നിന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമാവ് ആ ഒരു സൈഡിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചൊരു ഐഡിയ ഇപ്പം കിട്ടിക്കാണും. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, ഗോകുലും ഉണ്ട്, പിന്നെ നമ്മുടെ ചെറുക്കനും ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ല പോകുന്നത്, അവിടുന്ന് ഒരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരാ എന്താണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ പോകുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ടിലേക്കാണ്. പിന്നെ ഞാൻ ഇപ്പോഴേ ഇവിടുന്ന് വ്ലോഗിങ് എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കാറുകാരും പടമായേനെ എൻ്റെ മോനെ. അപ്പോൾ ഇവിടുന്ന് വ്ലോഗിങ് എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റോഡ് നമ്മൾ ഇതുവരെ വീഡിയോയിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ റോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന്, അതായത് കട്ടപ്പനയിൽ നിന്ന് എറണാകുളം തൊടുപുഴ ഒക്കെ പോകുന്ന ഒരു റോഡാണിത് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു വഴിക്കാണ് നമ്മുടെ ഇടുക്കി ഡാമും സംഭവവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഇടുക്കി ഡാമും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്നോട് കുറേ നാളത്തെ മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഒരാൾ എപ്പോഴും വന്ന് ചോദിക്കുമായിരുന്നു, അത് ആരായെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇടുക്കി ഡാമിൻ്റെ അവിടെ കാണിക്കാവോ, ഇടുക്കി ഡാമിൻ്റെ അവിടെ കാണിക്കാവോ. അപ്പോൾ ആ ഒരാൾ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിന്ന് ഇടുക്കി ഡാമിൻ്റെ അതിലേക്ക് ആട്ടോ പോകുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3 മണിയായിട്ടുണ്ട്. ഇതിപ്പം വെള്ളയാങ്കുടിയായി. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. എന്തായാലും ഇന്ന് അടിപൊളിയായിരിക്കും. ആ ഒരു ലൊക്കേഷൻ ഭയങ്കര ഫേമസ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ സിനിമയിലൊക്കെ വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഏതാണ് ഏതാണ് എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇയാൾ എന്തിനാണ് ഇത്രയും ബ്രേക്ക് പിടിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ, കയറ്റി വിടുമെന്ന് തോന്നുന്നില്ല, പോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാട്ടോ. അപ്പം ഗായ്സ്, ഈ ഒരു റോഡിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഈ ഒരു റോഡ് ഫുള്ള് വളവും തിരിവും പരിപാടിയാക്കി കേട്ടോ. അടിപൊളി റോഡാണ്. അതായത് വൺ ഓഫ് മൈ ഫേവററ്റ് എന്ന് വേണേൽ പറയാം. കാരണം ഇതിൽ നമ്മൾ പണ്ട് എനിക്ക് NS ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതിലെ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും അല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻസ് ആ ഒരു ടൈമിൽ ഈ റോഡിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയതാണ്. പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കൊന്നും ഇതുവരെയായിട്ടും അങ്ങനെ എക്സ്പ്ലോറിങ്ങിനായിട്ട് വന്നിട്ടില്ല. ഇവിടെയൊക്കെ കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമുക്ക് പതുക്കെ വരാം. എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു സ്ഥലമൊക്കെ. മീൻസ് ഈ റോഡാണെങ്കിൽ പോലും കാണാൻ ഒരു പ്രത്യേക വൈബാണ്. അതൊരു ചെറിയൊരു മഴയൊക്കെയുള്ള ടൈമിലും കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ, മഴയും മഞ്ഞും ഒക്കെയുള്ള ടൈമിലാണെങ്കിൽ വേറെ വൈബായിരിക്കും. അപ്പം ഗായ്സ്, നമ്മളിപ്പം ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ കാൽവേരി മൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാട്ടോ. ഇതുണ്ട് കാൽവേരി മൗണ്ട്. അതായത് ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ ആ പോകുന്ന റൂട്ടാണിത്. അത് ആ ലെഫ്റ്റിൽ കിടക്കുന്ന ആ ഒരു വഴി കേട്ടോ. ഈ പുറയിലൊരു ഫ്രണ്ടിലൊരു പോലീസ് വണ്ടിയാണ് പോകുന്നത്. ഫ്രണ്ടിൽ പോകുന്ന ഏത് വണ്ടിയാണ് കണ്ടോടാ? പുള്ളേഷ്. അല്ലല്ല, പ്രൈവറ്റ് വണ്ടിയാണ്. ഗൈസ്, ഫ്രണ്ട് പോലീസ് സ്റ്റേഷൻ മൂന്നാറിലെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കൂടാണ് അങ്ങോട്ടുള്ള ഒരു റൂട്ടെന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇവിടെ ഇടുക്കിക്കൊക്കെ വരുമ്പോൾ ഈ ഒരു റൂട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന്
കയറിയിട്ടൊക്കെ പോകുക. കാരണം അവിടെ കയറി കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല, അതിന് മാത്രമുള്ള ഉണ്ട്. കാരണം നല്ല രസമാണ്, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. അതായത് ഈ ഒരു ടൈമിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ മോനെ ആ കുഴി നോക്കി. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ടോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരിക്കും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു ഭയങ്കര പ്രത്യേക വൈബ്. നിങ്ങൾ എൻ്റെ അകത്തൊരു നമ്മൾ കല്യാണത്തണ്ടെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയൊരു വീഡിയോ കിടപ്പുണ്ട്, നിങ്ങളത് കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടും കേട്ടോ ഇവിടെ. അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം തീർച്ചയായും ഇതിലെ വരുന്നവരവിടെ കയറിയിട്ട് പോവുക. ഞങ്ങൾക്ക് എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർ കൂടുതലും അവിടെ കയറിയിട്ടാണ് പോവാറ്. സ്റ്റിൽ എന്നാലും കയറാത്തവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പോൾ അവർ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ കയറുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നതെന്ന് പറയുന്നത് ചെറുതോണിയിലേക്കാട്ടോ. ചെറുതോണി എന്നിട്ട് വേണം നമുക്ക് നേരെ കുളമാവ്. ചെറുതോണിയിൽ നിന്ന് നേരെ കുളമാവ്. ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇടുക്കി ഡാം. ഞാൻ കാണിച്ചു തരാം, ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്, കാണിച്ചു തരാം കേട്ടോ. അപ്പം ഗായ്സ് ഇതാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഞാനത് അവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആ ഇറങ്ങിക്കാടാ. വണ്ടി ഇവിടെ നിർത്തി. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് താഴെ ചെന്നിട്ട് ഒന്നുകൂടെ നിർത്താം. ഒരു വ്യൂവും കൂടെ ഉണ്ട് അവിടുന്ന്. അടിപൊളി കേട്ടോ. പെയിൻ്റൊക്കെ പോയി കുറച്ചുകൂടെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നേരെ താഴേക്ക് പോകാട്ടോ. അപ്പം കാശ് ഞാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചത്. അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ വിഷയമാവുമോ? മൊത്തം വെള്ളമാണല്ലോ. നോക്കാട്ടോ, വെള്ളമൊന്നും എനിക്ക് പുത്തിരിയുള്ള കേസല്ല. നിനക്ക് പുത്തിരിയാണെന്ന് എന്നെ ഇറക്കി ഞാൻ വെള്ളത്തിൽ മുക്കൂടായിരുന്നു. ബ്ലഡി ഫുൾ. അയ്യോ ഗൈസ്, ഇറങ്ങടാ ഇങ്ങോട്ട് നോക്കിയാ ഗൈസ്. അയ്യോ അത് കണ്ടാ, ഇടുക്കി ഡാം കണ്ടാ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കാണും. മാറിക്കടാ, മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കാണും. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ഇടുക്കി ഡാം. ഇടുക്കി ഡാം എന്ന് പറയുന്നത് ശരിക്കും 3 ഡാമാണ്. ഇത് ശരിക്കും ആർച്ച് ഡാം എന്ന് പറയുന്ന ആ ഡാം കേട്ടോ. ഇതിൻ്റെ ഷട്ടറൊന്നും തുറക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോകാട്ടോ. അപ്പം ഗായ്സ് നമ്മളിത് ചെറുതോണി എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം ഒന്ന് ഇടിഞ്ഞു പോയിട്ട് വീണ്ടും കെട്ടി വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതെല്ലാം അന്നുണ്ടായ സംഭവങ്ങളാണ്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം രണ്ടാമത് കെട്ടി ഇത്രയും വീതിക്ക് കെട്ടിയേക്കുന്നതാണ്. ഇപ്പോൾ സ്ഥലമൊക്കെ അടിപൊളിയായി കേട്ടോ. വേറൊരു പ്രത്യേക ഒരു വൈബാണ്. നിർത്താൻ സമയമില്ല, കാരണം ഇപ്പം 3:30 നമുക്ക് നേരെ ഇനിയിപ്പം കുളമാവിന് പോകണം. കുളമാവിന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചെല്ലും. സ്റ്റിൽ നമുക്ക് നൈസിന് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുതോണി. ഇതുണ്ട്, ഒരു പുതിയ പാലമൊക്കെ ഇല്ലേ വരുന്നുണ്ട്. അടിപൊളി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് കുളമാവിന് പോവാം. പുതിയ പാലം. പിന്നെ പാലം ഇത് ഹൈറ്റില്ലാഞ്ഞുണ്ടല്ലേടാ കഴിഞ്ഞ തവണ പോയേ. ഈ പാലമായിരുന്നു കേട്ടോ. അന്ന് വെള്ളം കയറി പോയെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈവരി മാത്രമേ പോയിട്ടുള്ളായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കുളമാവിന് പോവാം. അപ്പം ഗായ്സ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഇടുക്കിയുടെ സ്വന്തം മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് കൂടാതെ ഫ്രണ്ടിലൊരു പോലീസ് വണ്ടിയും പോകുന്നുണ്ട്. ഇതെവിടത്തെയാ? കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ. ഇതെനിക്ക് തോന്നുന്നതല്ല, കഞ്ഞിക്കുഴി അവിടെ ആണല്ലോ, അപ്പുറത്ത് എറണാകുളം പോകുന്ന റൂട്ട്.
ഇത് ഇവിടെയാണ് ഇവരുടെ ഓഫീസ്, ഹെഡ് ഓഫീസ്. ഇവിടെ SP ഓഫീസ് എങ്ങാണ്ട്. അവയെ അങ്ങോട്ട് പോകുന്നയാ. ആയിരിക്കും. ഈ ഒരു സ്ഥലം നോക്കി, ഇത് അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാടായിട്ട് തുടങ്ങി. അതായത് ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. നല്ല രസമല്ലേ പോകാനായിട്ട്. ഇതിൻ്റെ ഇവിടെ തന്നെയാട്ടോ ഇടുക്കിയിലെ കളക്ടറേറ്റും സംഭവം കാര്യങ്ങളൊക്കെ. കുറേ സംഭവങ്ങളുണ്ട്. എൻജിനീയറിംഗ് കോളേജ് അതെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ ടോപ്പിൽ പോകുന്നത് കേട്ടാ. ചെറുതോണി ഡാമില്ലേ, അപ്പം ഇതിലെയാണ് നമ്മുടെ ഷട്ടറുള്ള ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അതായത് ചെറുതോണി ഡാം. അതിൽ തന്നെ നമുക്ക് ആർച്ച് ഡാമിൻ്റെയും ടോപ്പിലേക്ക് പോവാം. അപ്പോൾ അതാണ് ആ ഒരു വഴി. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അവിടെ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു റൂട്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വഴിയുണ്ടല്ലോ, നല്ല രസമുണ്ട്. ഇത് നോക്കിയേ, ഒരു പ്രത്യേക വഴിവല്ലേടാ. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിൽ വരുമ്പോഴേക്കും. എന്നാലും സംഭവം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഒരാളും കൂടെ വരുന്നുണ്ടെന്ന്. അവൻ ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിട്ട് നിൽക്കുക കേട്ടോ. കുളമാവ് വന്ന് നിൽക്കുവാണ്. ചിലപ്പോൾ അവൻ തെറിയായിരിക്കും എന്നെ, പക്ഷെ പറഞ്ഞിട്ടേ കാര്യമില്ല. നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോട്ടെ. നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്തൂടെ വണ്ടി ഓടിക്കാനായിട്ട്. ഒരു പ്രത്യേക ഒരു സെറ്റപ്പ്. എന്തിനാണ് ഇതിലെയൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ട് നേരത്തെയും, പക്ഷെ ഇത്രയൊരു ഒരു സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജ്. ഇതാ എഞ്ചിനീയറിംഗ് കോളേജ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കളക്ടറേറ്റും ഇരിക്കുന്നത്. ഇതല്ല കേട്ടോ, ഇത് വേറെന്തോ സംഭവമാണ്. എന്തോ റിസർച്ച് സെൻ്ററോ സംഭവം എങ്ങാണ്ടാണ്. ഇതാണ് സിവിൽ സ്റ്റേഷൻ. ആ ഒരു വഴിയാണ് സിവിൽ സ്റ്റേഷനിൽ പോകുന്നത്. കളക്ടറേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിലാട്ടോ. ഇത് ഇവിടെ കളക്ടറേറ്റ് ആടാ, കളക്ടറേറ്റ്. അപ്പൊ ഈ ഒരു ടോപ്പിക് കാണുന്ന കേട്ടോ കളക്ടറേറ്റ്. ഇവിടെയോ? അത് കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. മഴ പെയ്യാനായിട്ടോ ഒന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പെടും. അതുകൊണ്ട് നമുക്ക് നൈസിന് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പം ഗായ്സ് ചെറുതായിട്ടൊന്ന് പണി പാളി. വേറൊന്നുമല്ല, മഴ ചാറുന്നുണ്ട് കേട്ടോ. മീൻസ് ചാറാൻ തുടങ്ങിയതേ ഉള്ളൂ. മഴ ഇച്ചിരി കൂടി കഴിഞ്ഞാൽ ഞാൻ ക്യാമറ എടുത്ത് അകത്ത് വെക്കും. അണ്ടർഗ്രൗണ്ടിൽ വെക്കണം, ഇല്ലെങ്കിൽ ക്യാമറ അടിച്ചു പോകുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇവരെന്താണ് കാണിക്കുന്നത് അറിയാൻ പാടില്ലാത്തതായിട്ട് ചോദിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഏറെക്കുറെ എത്താറായി കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടട്ടെ, വാങ്ങിക്കാനുള്ളതെല്ലാം വാങ്ങിക്കാം. സ്റ്റിൽ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്താണ്, വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ഥലങ്ങളിൽ ഫുള്ള് ആനയുള്ളൊരു ഏരിയ ആണ്. അതായത് നൈറ്റ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെ റോഡിൽ കാണാം, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഇഷ്ടംപോലെ പേര് കണ്ടവരുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ റോഡിലൊക്കെ ആനപ്പിണ്ടവും കിടക്കുന്ന കാണാം. എന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക വൈബുള്ളൊരു ഏരിയ കേട്ടോ. ഞാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ ഇതിൽ വരുമ്പോൾ കാട്ടാനേനെ ഒന്ന് കാണണം. ജസ്റ്റ് കണ്ടാൽ മതി, വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ദൂരെയാണേലുവേ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലല്ലേ നമ്മുടെ ആനേനെയൊക്കെ കാട്ടി ഇങ്ങനെ സ്പോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി തവണ ആഗ്രഹിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി.
ഇതുവരെയായിട്ട് നടന്നിട്ടില്ല കേട്ടോ. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കുവോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. ഇത് നോക്കി പുൽമേടൊക്കെ ഈ സൈഡിൽ കൊള്ളാം കേട്ടോ. ഗായ്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാടിൻ്റെ ആ ഒരു ഫീലേ മാറി തുടങ്ങി കേട്ടോ. അല്ല, കാടിൻ്റെ ആ ഒരു ഫീലേ മാറി തുടങ്ങിയില്ലേ, ഒരു പ്രത്യേക ഒരു ഇത് കേട്ടോ, ആംബിയൻസ്. എന്താ പറയണ്ടേന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഏയ് ഇതെന്നാടാ ഇത്, കയറി വരാം. പുള്ളി വീശിയതാണോടാ? പുള്ളി വീശിയതാണോ? പുള്ളി ആയിട്ടോ കേട്ടോ, പുള്ളി കയറി ഇപ്പുറത്ത് വന്നു. അതായിട്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തൂടെ പോകാനായിട്ട്. അപ്പം നമുക്ക് ഇനിയിപ്പം അടുത്തതെന്ന് പറയുന്നത് കുളമാവാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് നേരെ കുളമാവിലേക്ക് പോവാം. പക്ഷേ ഇവിടെ ഒരു അടിപൊളി ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫുൾ ഫോറസ്റ്റ് ഓൺ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ, ഞാൻ അറിഞ്ഞു പോലുമില്ല. വിഷയമാണ്. കുഴപ്പമില്ല, 4 മണി. ഞാൻ 3:30 ആകുമ്പോൾ അവിടെ എത്തുമെന്ന് പറഞ്ഞാ, ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ എക്സ്ട്രാ. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇവിടെ എത്താറായി, സീനൊന്നുമില്ല, ഇരിക്കും. അവൻ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വിട്ട് വീട്ടിൽ പോകാമെന്നാണ് ഡൗട്ട്. കാരണം ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സീനാണ്. അപ്പം ഗായ്സ് ഈ ഒരു സ്ഥലം നോക്കിക്കേ, എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. ഞാനീ പോകുന്ന സ്ഥലം എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇതൊന്നും കാണിക്കാതിരിക്കാനും തോന്നുന്നില്ല, പക്ഷെ കാണിക്കാനും തോന്നുന്നുണ്ട്. അല്ലേ, രണ്ടും ഒന്നാണല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞയോ? മഞ്ഞൊന്നുമില്ല, അതായത് ഞാൻ ക്ലാസ് വെച്ചേക്കൊണ്ട് പോകുന്നയാ. ഒരു പ്രത്യേക വൈബ് കേട്ടോ. യാ ബോയ്, എന്തായാലും ലെറ്റ്സ് ഗോ.